brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. Time stands still. Beauty in all she is. I will be brave. I will not let anything take away what's standing in front of me. Every breath, every hour has come to this. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 One step closer. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. മിശിഹായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, ജീമോൻ്റെയും പ്രിയ മേരിയുടെയും തമ്മിലുള്ള വിവാഹം നടത്തുവാൻ പോവുകയാണ്. അവരുടെ ജീവിതം മുഴുവനും ഇനി ഒന്നായിട്ടല്ല, രണ്ടായിട്ടല്ല, ഒന്നായിട്ടാണ്. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആഘോഷങ്ങളൊക്കെ തീരും, പിന്നെ ജീവിതമാണ് വരുന്നത്. ആ ജീവിതം എങ്ങനെ വേണമെന്നുള്ള കാര്യം നിങ്ങൾ ഒത്തിരി നാളായിട്ട് അറിഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനി ജീവിച്ച് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അതേ പ്രതീക്ഷയോട് തന്നെ വേണം നിങ്ങൾ പോകാൻ. എന്നും സുഖമായിട്ട് സന്തോഷിച്ച് ജീവിക്കാനുള്ള വലിയ സ്വീകരിക്കാനുള്ള സന്തോഷത്തോട് തന്നെ ആ ഒരുക്കത്തോട് തന്നെ വേണം വിവാഹം. വിവാഹം ഒരു കുരിശയാണ്.
ആ കുരിശെടുത്ത പോലെ തന്നെ ഈ കുരിശിയുടെ മനസ്സിൽ നിലവരേണ്ട കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായുള്ള പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയപരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും ഞങ്ങളുടെ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാതൃകാപരമായി ജീവിക്കുവാൻ ഈ കുടുംബത്തെ രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ കൂതാശ യോഗ്യതയുടെ പ്രതികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ കൈകളെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയും ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സജീവനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു കുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാരങ്ങയിലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും. എന്നെ അനുഗമിക്കുന്ന കാലം നടക്കുകയില്ല. എന്നാൽ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായി തീരട്ടെ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. സമാധാനങ്ങളോടെ ഉയരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും നിഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭാര്യമാരെ, നമ്മുടെ കർത്താവിനെ എന്നതുപോലെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും മിശിഹ സഭയുടെ ശിരസ്സും ശരീരത്തിന്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. അതിനാൽ തിരുസഭ മിശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ
നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും സ്വന്തം ശരീരത്തെ എന്നവണ്ണം നിങ്ങൾ അവരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുകയില്ല. മിശിഹ തന്റെ സഭയെ എന്ന പോലെ ഓരോരുത്തരും അതിനെ തീറ്റിപ്പോറ്റുന്നു. നാം മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാണല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാതകളിൽ ഇരുളാകിയ വെച്ചും ദൈവത്തിൻ തിരുവചനം, പാദങ്ങൾക്ക് വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാതകളിൽ ഇരുളാകിയ വെച്ചും ദൈവത്തിൻ തിരുവചനം, പാദങ്ങൾക്ക് വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലായിലെ കാനാലിന്റെ വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, നീ സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരയോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുകയും. യഹൂദന്മാർ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. 1, 2, 3 അളവ് കൊള്ളുമായിരുന്നു ഭരണികൾ വെള്ളം നിറയ്ക്കുവാൻ എന്ന് യേശുവോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് തലമുറക്കാരൻ്റെ നട്ടുകൊണ്ടിരുവൻ എന്നവൻ പറഞ്ഞു. അപ്രകാരം അവർ ചെയ്തു. തലമുറക്കാരൻ വീഞ്ഞാത്തിൽ മാറിയ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരന്മാർക്ക് അത് അറിയാമായിരുന്നു. അവൻ മണവാളെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും വേണ്ടതരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾ ലഹരി പിടിച്ചു കഴിയുമ്പോൾ ആഹാരം തന്നെ വരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു ഗലീലായിലെ കാനാ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിവാഹമെന്ന കൂദാശയിലൂടെ ഇന്ന് പരസ്പരം യോജിപ്പിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ജിമോൻ, പ്രിയമേരി, അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ വിവാഹമെന്ന കൂദാശയിലൂടെ തിരുസഭയിൽ ഒരു കുടുംബം കൂടി സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ടാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. വചനത്തിൽ നാം ശ്രമിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യമുള്ള ഒരു കർമ്മം, അവിടെ കുറവുകൾ പരിഹരിക്കപ്പെടും, സമൃദ്ധി ഉണ്ടാകുമെന്നുള്ള ഒരനുഭവം സുവിശേഷത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. ഇവരുടെ ജീവിതത്തിലും ദൈവം കൂടെയുള്ളപ്പോൾ അവരുടെ കുറവുകളെല്ലാം നിറവുകളായി മാറുന്ന അനുഭവം ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ഈ ദിവസത്തിൽ നാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. കേരളത്തിന്റെ തെക്കൻ ഭാഗത്ത് കായലോരങ്ങളൊക്കെ ഉള്ളിടത്ത് പുതിയ വള്ളം നിർമ്മിച്ച് അത് നീറ്റിലേക്ക് ഇറക്കുന്ന ഒരു ചടങ്ങ് സാധാരണ നടത്താറുണ്ട്. ആദ്യമായിട്ട് ഈ വള്ളം നിർമ്മിച്ച് അത് വെള്ളത്തിലേക്ക് ഇറക്കുന്ന അവസരത്തിൽ അതിൻ്റെ ഉടമസ്ഥൻ തനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ച് ആഘോഷമായിട്ട് ഒരു ചടങ്ങ് നടത്തി അവർക്കൊക്കെ നല്ല ഭക്ഷണം കൊടുത്ത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ വള്ളം വെള്ളത്തിലേക്ക് ഇറക്കുന്നു. അപ്പോൾ അവിടെ കൂടി നിൽക്കുന്നവരെല്ലാം സന്തോഷത്തോടു കൂടി ആർപ്പ് വിളിക്കുകയും വള്ളം തുഴയുന്നവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ജീവിതമാകുന്ന ഒരു തോണി തുഴയുവാനായിട്ട് ജിമോനും പ്രിയമേരിയും കൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ്.
ഇവരുടെ ഈ ജീവിതത്തോണി തുഴയാൻ ഇവർ ആരംഭിക്കുമ്പോൾ ഇവർക്ക് മംഗളാശംസകൾ നേരുവാനും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ആശംസിക്കുവാനുമായിട്ട് നാം എല്ലാവരും കൂടെയുണ്ടെന്ന് നാം ഇവരുടെ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇവർക്ക് ഉറപ്പു നൽകുകയാണ്. ലോകജീവിതമാകുന്ന ഈ യാത്ര ഇവർ ആരംഭിക്കുമ്പോൾ ഇവർ തുഴയുന്ന ഈ തോണിയിൽ ഇവരോടൊപ്പം നിന്ന് തുഴയാൻ എല്ലാ സമയവും നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് ഓരങ്ങളിലിരുന്ന് ഇവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഇവർക്ക് ആശംസകൾ അർപ്പിക്കുവാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളുണ്ടെന്നുള്ള ആ ഒരു ശക്തി ഇവർക്ക് ഒരുമിച്ച് തുഴയുവാനായിട്ട് കരുത്ത് പകരുകയാണ്. ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിൽ, യേശുനാഥൻ അമരത്തുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഇവർ ഈ ജീവിതത്തോണി തുഴയാൻ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. ഇവർക്ക് ലഭിച്ചിട്ടുള്ള നല്ല വിശ്വാസ പരിശീലനവും ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നല്ല മൂല്യങ്ങളും അതിന് അവർക്ക് കരുത്ത് പകരുന്നതാണ്. ദേവാലയവുമായി, ഇടവകയുമായി, കുടുംബ കൂട്ടായ്മയുമായി ഒക്കെ വളരെ നല്ല രീതിയിൽ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിരിക്കുന്നവരാണ് ഇവർ. വിശ്വാസത്തിൽ നല്ല പരിശീലനം നൽകുവാൻ തീർച്ചയായിട്ടും ഇവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ സാധിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ സാന്നിധ്യം തീർച്ചയായിട്ടും അതിന് ഇവർക്ക് ശക്തി പകർന്നിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. നമുക്കറിയാം, പ്രിയപ്പെട്ട അഗസ്റ്റസ് അച്ഛൻ പ്രായത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ജിമോനെ പ്രിയയെ അനുഗ്രഹിക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയയുടെ അമ്മച്ചൻ്റെ സഹോദരൻ ബഹുമാനപ്പെട്ട ജോൺ തെക്കത്തച്ഛൻ, സലേഷൻ സഭാംഗം, അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. ഇവർക്ക് പ്രാർത്ഥനാശംസകൾ നേരുവാനും അനുഗ്രഹങ്ങളും കൃപകളും ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങി നൽകുവാനുമായിട്ട് നമുക്ക് ഏറെ സന്തോഷത്തോടു കൂടി ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഇവിടെ പങ്കുചേരുന്ന എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിന് ബലമായി തീരുക. ഇവർ നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവരാണ്, ജോലി സാഹചര്യങ്ങളിൽ മികവ് പുലർത്തുന്നവരാണ്, ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ നമുക്കറിയാം, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇവർക്ക് നമ്മുടെ കൈത്താങ്ങ്, നമ്മുടെ പ്രോത്സാഹനമൊക്കെ തീർച്ചയായിട്ടും ആവശ്യമാണ്. മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളുമെല്ലാം ഇന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആശംസിക്കുന്നതും ജീവിതത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളിലും ഇവർക്ക് ഒരുമിച്ച് നിൽക്കുവാൻ ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും മറ്റ് വിശുദ്ധരോടും ഒക്കെ മാധ്യസ്ഥം തേടി ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. തിരുസഭയിൽ ഒരു പുതിയ കുടുംബം ഇന്ന് രൂപപ്പെടുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കുന്നത് ഈ കുടുംബം ഒരു തിരുക്കുടുംബം പോലെ അനുഗ്രഹീതമായി തീരട്ടെ എന്നുള്ളതാണ്. ആകാശമോക്ഷത്തിന്റെ സാദൃശ്യമാണ് ഭൂമിയിലെ ഓരോ കുടുംബവുമെന്ന് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ പറഞ്ഞു വെക്കുമ്പോൾ ഇവരുടെ കുടുംബം സ്വർഗത്തിന് സദൃശമായിട്ടുള്ളതായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇതിന് ഇവർക്ക് തീർച്ചയായിട്ടും ശക്തി പകരുക ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതമാണ്. ദൈവവിചാരത്തോടുകൂടി നിങ്ങൾ ഓരോ കാര്യങ്ങളും ആരംഭിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ വിവാഹ ജീവിതം എന്ന ഈ യാത്ര ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ടാകും. പരിശുദ്ധ അമ്മയെയും ഈശോയെയും ആ കാനായിൽ കല്യാണ വിരുന്നിൽ ക്ഷണിക്കുവാൻ അവർക്ക് തോന്നിയത് അവരുടെ കുറവുകളിൽ നിറവായി തീർന്ന് വലിയ അനുഗ്രഹമായി അനുഭവിക്കുന്നതായിട്ട് നാം സുവിശേഷത്തിലൂടെ മനസ്സിലാക്കി തീർച്ചയായിട്ടും ശക്തി പകരുന്നതാണ്. ഇന്ന് ഇവർ ആരംഭിക്കുന്ന ഈ ജീവിതം കൂടുതൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കട്ടെ. ഇവർ കാർമ്മികരായിട്ട് തന്നെയാണ് പങ്കുചേരുന്നത്. വൈദികരുടെ സാന്നിധ്യത്തിലും അനുഗ്രഹത്തിലും ഈ ജിമോൻ പ്രിയയെ താലി അണിയിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഇവർ ഒത്തിരി സങ്കല്പങ്ങളോടുകൂടി ആണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നല്ല ഭാര്യയെക്കുറിച്ചുള്ള ഒത്തിരി സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയയെ സംബന്ധിച്ച്, നല്ലൊരു ഭർത്താവിനെ സംബന്ധിച്ചുള്ള കുടുംബം ഇന്ന് രൂപപ്പെടുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കുന്നത് ഈ കുടുംബമോക്ഷത്തിന്റെ സാദൃശ്യമാണ് ഭൂമിയിലെ ഓരോ കുടുംബവുമെന്ന് വിശുദ്ധ ചാവറ കുര്യാക്കോസിലേക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇതിന് ഇവർക്ക് തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളും ആരംഭിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ വിവാഹ ജീവിതം എന്ന ഈ യാത്ര പരിശുദ്ധ അമ്മയെയും ഈശോയെയും ആ കാനായിൽ കല്യാണഗൃഹമായി അനുഭവിക്കുന്നതായിട്ട് നാം സുവിശേഷത്തിലൂടെ മനസ്സിലാകുന്നു. അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ജീവിത വഴിയിൽ പതറാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് അനേകം പേരുടെ സാന്നിധ്യവും പ്രോത്സാഹനവും ഇവർക്ക് തീർച്ചയായിട്ടും ശക്തി പകരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളിൽ ഞങ്ങൾ ഏറെ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ തോണി തുഴയിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവരങ്ങളിലിരുന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ, നിങ്ങൾക്ക് ആശംസകൾ നേരുവാൻ, നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുവാൻ, നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുവാൻ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും. ആ വഴി യാത്രയിൽ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളുടെ മേൽ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും നമുക്ക് ഒരുമിച്ച് ഈ നവവധുവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഈ തിരുക്രമത്തിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. നല്ല ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയവരിൽ പങ്കാരാകുവാൻ വിവാഹബന്ധത്തിൽ അഭേദ്യതയിലേക്ക് പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വസ്തയോടും ചാരിത്ര വിശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് അവിടുത്തെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ വീട്ടിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കണമേ. അവർ അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യതിരികൾ നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ സഹായിക്കണമേ. അങ്ങയുടെ ജീവകൃപാവരം സമൃദ്ധമായി ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിവാഹത്തിൻ്റെ ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് പലരെയും നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സത്യപ്രതി ചെയ്ത് പ്രതിജ്ഞയോടെ അവസാനിപ്പിക്കുന്ന ഒരു നിലയിലല്ല. ഇത് മരണം വരെയുള്ള ഒരു പ്രതിജ്ഞയാണ്. അത് നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങളോട് ചോദിക്കുന്നു. ജീവൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്പത്തോടും കൂടെ പ്രിയമേരിയെ എൻ്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. പ്രിയമേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്പത്തോടും കൂടെ ജീവനെ നിന്റെ കർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ സാക്ഷിയോടും സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളുടെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഐക്യത്തിൻ്റെ പ്രിയമായി താരി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസത്തിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതമുണ്ടാകുന്ന തിരിച്ചുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടമനുസരിച്ച് പരിസരമായി ജീവിക്കുവാനും ഇതിന് മുദ്രരായി കുറിച്ച് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസത്തിന്റെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവാദൈവമേ, നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഈ ഇവർ പരസ്പരം അനേകം മുദ്രങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്തിന് അന്വേഷണ വസ്ത്രത്താൽ മറ്റുള്ളവരെ അലങ്കരിക്കുന്ന കർത്താവെ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്നെ മണമാട്ടിയ പരിശുദ്ധ സഭയെ മഹത്വന്റെ വസ്ത്രമനം ധരിച്ച കർത്താവെ, ലോകത്തെ നിഷ്കളായി ജീവിച്ച് സ്വർഗീയ മക്കളുടെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
മരണം വരെ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ഒരു പ്രതിജ്ഞയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് സുവിശേഷ പുസ്തകം വെച്ചുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്യുകയാണ്, ഈശോയുടെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുക. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹത്തോടും വിശ്വസത്തോടും കൂടെ ഏക മനസ്സായി ജീവിച്ചുകൊള്ളാമെന്ന് ഈ വിശുദ്ധ സാക്ഷിയാക്കി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ സമർപ്പണം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിരതയും അവിടെ നിന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ ഇവിടെ ധാർമ്മികരായിരിക്കുന്ന ഒരു 3 പേര് നിങ്ങൾക്കറിയാം. ഞാൻ ഏറ്റവും 4ാം തലമുറയിലെ ഏറ്റവും അവസാന കന്യയായ ജോലിയുടെ കസിനാണ്. അതുപോലെ ജോസഫിനും അതുപോലെ തന്നെ ഏറ്റവും മൂത്ത ചേട്ടന് ആ തലമുറയിലെ അടുത്ത തലമുറയിലെ ഏറ്റവും മൂത്ത ചേട്ടനെ കൊണ്ടുവരണം. ഇതൊക്കെ അച്ഛന് പിന്നെ നിങ്ങൾ അറിയാവുന്ന കൂട്ടത്തിൽ പറയുന്നത് ഏതായാലും ഇരട്ടയാണ് അച്ഛനും ഈ മകളുടെ അപ്പം. അപ്പോൾ അവർ രണ്ടുപേരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടായി. വലിയ സന്തോഷമുണ്ട്. ഇത് കാണുവാനും കേൾക്കുവാനും സാഹചര്യങ്ങൾ പ്രാർത്ഥിച്ച് അത് ഇന്നലെ ഞാൻ അവസാനമായിട്ട് തീരുമാനമെടുത്ത് വരുന്നത് വരാനായിട്ട്. കാരണം എനിക്ക് യാത്ര ചെയ്യാൻ വലിയ മടിയായി, അതൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്കായി. അപ്പോൾ ഇനി ഒന്നും പറ്റില്ല എന്ന നിലയിൽ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇനി ഇടപെടുന്നില്ല എന്ന് വെച്ചത്. പക്ഷേ വരാതിരിക്കാൻ നിവൃത്തിയില്ലാതെ പോയി. അപ്പോൾ വന്നു. ഒരു സന്തോഷം, നിങ്ങൾക്കും സന്തോഷമുണ്ടാകട്ടെ. എനിക്കുള്ളതെല്ലാം നിന്ദാനങ്ങൾ ദൈവമേ, എനിക്കുള്ളതെല്ലാം ഭാരതത്തെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആരാധന
ഈ ദമ്പതിമാരുടെ മേലെ അവരുടെ കാര്യങ്ങൾ കലകയിൽ നീട്ടണമേ. അങ്ങനെ നമ്മുടെ കടലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അക്രത്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലിക്കണമേ. പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാറിയത്തിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിൽ സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I've never felt like this before. So throw the doors wide open. I've got a brand new love, a love that lifts me up, stuck on the tip of my tongue, 'cause words are not enough. I've got a brand new love, like blue skies opening up. A new day has begun, 'cause I've got a brand new love. I've got a brand new love. Life used to
be all about me, like the world was spinning by my gravity. But what was then has become undone. In the house of love, there's only room for one. The things I had, I'm letting go, so I can hold on to you, Lord. I've got a brand new love, a love that lifts me up, stuck on the tip of my tongue, 'cause words are not enough. I've got a brand new love, like blue skies opening up, a new day has begun, 'cause I've got a brand new love. You're my perfect heart.